ജീത്തു ജോസഫ് ഇന്ന് മലയാള സിനിമയിൽ ഒരു ബ്രാൻഡാണ്. പുള്ളിയുടെ ഓരോ പടവും ഒരുപാട് എക്സ്പെക്ടേഷനോടെയാണ് ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത്. പുള്ളിയുടെ ആദ്യത്തെ പടം ഡിറ്റക്റ്റീവ് 2007 പുറത്തിറങ്ങിയത്. ഈ സുരേഷ് ഗോപി സ്റ്റാർ ഒന്ന് ഓണാക്കി എടുക്കാനായിട്ട് പുള്ളിക്ക് ഫാമിലിയുടെ സഹായം വേണ്ടി വന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബോക്സ് ഓഫീസിൽ പടം ഒരു ആവറേജ് ഗ്രോസർ ആയിരുന്നു. എന്നെ സംബന്ധിച്ച് വളരെയധികം റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉള്ള ഒരു പടമാണ് ഡിറ്റക്റ്റീവ്. ഡിറ്റക്റ്റീവിന് ശേഷം പക്ഷെ എല്ലാവർക്കും ജീത്തു ജോസഫിൽ നിന്ന് വേണ്ടിയിരുന്നത് അതുപോലെ ക്രൈം ത്രില്ലേഴ്സ് ആയിരുന്നു. എന്നാൽ പുള്ളി ഇന്റർവ്യൂസിൽ പറഞ്ഞതുപോലെ പുള്ളിക്ക് എപ്പോഴും ഇഷ്ടം ഫാമിലി കോമഡി ഡ്രാമാസ് ഒക്കെ എടുക്കാനായിരുന്നു. 3 വർഷം എടുത്തു അതുകൊണ്ട് അടുത്തൊരു പടം ഓൺ ആവാനായിട്ട്. ജീത്തു ജോസഫിന്റെ ആഗ്രഹം പോലെ ഒരു ഫാമിലി കോമഡി പടം മമ്മി ആൻഡ് മീ. 2010 റിലീസായ പടം ജീത്തു ജോസഫിന്റെ കരിയറിലെ ടേണിംഗ് പോയിന്റ് എന്ന് വിശേഷിക്കപ്പെടുന്നു. വലിയൊരു കൊമേഴ്ഷ്യൽ ഹിറ്റ്. അതിനുശേഷം 2012 ദിലീപ് സ്റ്റാർ മൈ ബോസ്, അതും നല്ലൊരു വിജയം തന്നെ ബോക്സ് ഓഫീസിൽ നിന്ന് കരസ്ഥമാക്കി. എന്നാൽ എന്നെ സംബന്ധിച്ച് പുള്ളി ഒരു വാവ് സിനിമ തന്നത് 2013 ആ ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ പൃഥ്വിരാജ് സ്റ്റാറർ മെമ്മറീസ്. ഞെട്ടിച്ച ഒരു പടം. എന്നാൽ അതിന്റെ ഹാങ് ഓവർ മാറുന്നതിന് മുന്നേ ആ ഡിസംബറിൽ വീണ്ടും ഒരു സിനിമയായിട്ട് പുള്ളി എത്തി. ഒട്ടും ഹൈപ്പില്ലാതെ ഇറങ്ങിയ ഒരു ഫാമിലി ഡ്രാമ പടം. വെൽ യു നോ വാട്ട് ദാറ്റ് ഈസ്. ജീത്തു ജോസഫിനെ ഇന്ന് മലയാള സിനിമയുടെ ഒരു ബ്രാൻഡ് ആക്കി മാറ്റിയ പടം. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും വലിയ കോലിളക്കം തിയേറ്ററിൽ സൃഷ്ടിച്ച പടം ദൃശ്യം. ഹിറ്റും ഫ്ലോപ്പും ഒക്കെ ആ കരിയറിൽ വീണ്ടും മാറി മറിഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും മലയാള സിനിമയിൽ ട്വിസ്റ്റ് എന്ന വേർഡിന് സിനോണിമസ് ആയിട്ട് ജീത്തു ജോസഫ് എന്ന പേര് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ആ സിനിമ മുതലാണ്. അപ്പൊ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ജീത്തു ജോസഫ് സിനിമ? കമന്റ് ബിലോ.